കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. മിശിഹായിൽ അനുഗ്രഹീതരായ ഇവരെ ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതം ഒരു അനുഗ്രഹത്തിന്റെ പ്രഭാതമായിട്ട് തീരട്ടെ. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കർത്താവിന്റെ സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ തീത്തോസിനെഴുതിയ ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവചനത്തില് നാം വായിക്കുന്നുണ്ട്, എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ് കർത്താവായ യേശുക്രിസ്തു. നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും, പാപത്തിൽ നിന്നും, പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, തകർച്ചകളിൽ നിന്നും എല്ലാം നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവം അയച്ചിരിക്കുന്നതാണ് യേശുക്രിസ്തുവിനെ. ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് യഥാർത്ഥ രക്ഷ ലഭിക്കുക. ആരെല്ലാം ഈ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നുവോ, ആരെല്ലാം യേശുക്രിസ്തുവിനെ തങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവും ദൈവവുമായി ഏറ്റുപറയുന്നുവോ, അവരുടെയൊക്കെ ജീവിതത്തിൽ കൃപയായി യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടും. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ രക്ഷയുടെ കൃപയായി യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടണമെങ്കിൽ നീ യേശുക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിന്റെ, നിന്റെ കുടുംബത്തിന്റെ രക്ഷകനായി ഏറ്റുപറയണം. ഈ യേശുക്രിസ്തുവിനെ നീ സ്വീകരിക്കണം. യേശുക്രിസ്തുവിനോട് കൂടെ നീ വസിക്കണം. ഈ ലോകത്തെ രക്ഷകനായി ഏറ്റുപറഞ്ഞാൽ പോരാ, ലോകത്തുള്ള ഏതെങ്കിലും വ്യക്തികളെ ഏറ്റുപറഞ്ഞാൽ പോരാ. ക്രിസ്തുവിന് നിന്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്തുകൊണ്ട് ക്രിസ്തുവിനെ രക്ഷകനായി ഏറ്റുപറയാൻ നിനക്ക് സാധിച്ചാൽ, കൃപയായി പ്രത്യക്ഷപ്പെട്ട ഈശോ നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും രക്ഷയ്ക്കുള്ള കൃപയായി പ്രത്യക്ഷപ്പെടും. കരങ്ങളെ യാചനയോടെ പിടിച്ചുകൊണ്ട്, ഈശോയെ അങ്ങ് രക്ഷകനായി എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലും പ്രത്യക്ഷപ്പെടണമേ എന്ന് അപേക്ഷിച്ച് നമ്മുടെ ജീവിതത്തിൽ രക്ഷ ലഭിക്കേണ്ട മേഖലകളെല്ലാം സമർപ്പിച്ച് സ്തുതിക്കാം. ഹാലേലൂയ. ഈശോയെ നന്ദി. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കർത്താവായ ഈശോയെ, അങ്ങാണ് ഞങ്ങളുടെ രക്ഷകനെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. രക്ഷകനായി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രത്യക്ഷപ്പെടണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തിന്മകളെയും, പാപശക്തികളെയും, ദുർശക്തികളെയും, പൈശാചിക ശക്തികളെയും അങ്ങ് നിർവീര്യമാക്കണമേ. അങ്ങയുടെ ശക്തി ഞങ്ങളിൽ നിറയട്ടെ, അങ്ങയുടെ കൃപ ഞങ്ങളിൽ നിറയട്ടെ, അനുഗ്രഹങ്ങൾ ഒഴുകട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഈശോയെ, ഈ മക്കൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അങ്ങയുടെ സംരക്ഷണം നൽകി ഈ ദിവസം ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.